ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാസ്തയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, വലിയവർക്കും ഇഷ്ടമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹോട്ട് ഡോഗിനകത്താണ് ചെയ്യുന്നത് കേട്ടോ. ഹോട്ട് ഡോഗ് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത് വെക്കുക. ഒരു 15 മിനിറ്റെങ്കിലും ഇങ്ങനെ വെക്കുക കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഹോട്ട് ഡോഗ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഹോട്ട് ഡോഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. പിന്നെ നമ്മളത് ഫ്രൈ ആയി കിട്ടില്ല, ഹാഫ് കുക്കല്ല വേണ്ടത്, നല്ലോണം ഫ്രൈ ആയിട്ട് തരട്ടെ. ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ, അത്യാവശ്യം നല്ല പൊങ്ങി വരും. അപ്പോൾ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അതിനകത്തോട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് സോട്ടാക്കി എടുക്കുക കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ സവോള ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ക്യാപ്സിക്കം നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെല്ലുള്ളി ചേർത്ത് കൊടുക്കുക, ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കുക. മഷ്റൂം നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. മഷ്റൂം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വേറൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു മക്രോണി ഒന്ന് വേവിച്ചെടുക്കാനാണ്. അപ്പോൾ അതിനകത്തോട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഈ മക്രോണിയും കൂടെ ഇട്ട് കൊടുക്കുക. അത് അവിടെ നിന്ന് കുക്കായിട്ട് വരട്ടെ. ഒരു 5 മിനിറ്റൊക്കെ വേണം കേട്ടോ ഒന്ന് കുക്കായിട്ട് വരാനായിട്ട്. ആ സമയത്ത് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കുക. ക്രീം കുക്കിംഗ് ക്രീമാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചീസാണ് വേണ്ടത്. മൊസറല്ല ചീസോ ചെഡാർ ചീസോ ചേർക്കാവുന്നതാണ്. ഞാൻ ചെഡാർ ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസിനേക്കാൾ ഒന്നും കൂടെ നല്ലത് ചെഡാർ ചീസാണ്. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അത് നല്ല തിളച്ച് വരുന്ന വെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ആ ഒരു മക്രോണി വേവുന്ന വെള്ളം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് നമ്മൾ ഓൾറെഡി ചീസിലും ഇതിലെല്ലാം ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മക്രോണി ചേർത്ത് കൊടുക്കുക. പകുതി മാത്രം വേവായാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഒറിഗാനോ, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക്, പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെന്തോ നോക്കുക. അതിൽ കൂടെ ഉപ്പുണ്ടോയെന്നും കൂടെ നോക്കുക കേട്ടോ. എല്ലാം ഒന്ന് തിളച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഉപ്പ് കറക്റ്റായിട്ട് മനസ്സിലാവുക. ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടമാവും, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.